നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആ ഷോപ്പ് ഓപ്പൺഡ് ആണ്, തുറക്കപ്പെട്ടിരിക്കുന്നു, തുറന്ന് കിടക്കുകയാണ് എന്ന് പറയാൻ. അങ്ങനെ പറയുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൻ്റെ പേരാണ് മഫ്ഊൽ സ്റ്റൈല്. ഈ ഒരു അച്ചിൽ വാർത്തെടുത്തതിനെയാണ് ഇന്നത്തെ പദയാത്രയിൽ, 5 അംഗ പദയാത്രയിലെ 4ാം നാളാണ് നമ്മളുള്ളത്. കൂടെ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു സ്റ്റൈലിലുള്ള ഒന്നിനെ കുറിച്ചാണ്. അതായത് നമുക്ക് പറയാം മഫ്തൂഹ്, അതാ മഹല്ല് മഫ്തൂഹ് എന്ന് പറയാം. ആ ഷോപ്പ് ഓപ്പൺഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ മഫ്തൂഹ്, മക്തബ് മഫ്തൂഹ്, ഷോപ്പ് ഓപ്പൺ ആണോ? മഫ്തൂഹ്. ഹാദ ഗറൂറ മഫ്തൂഹ്, ഈ ബോട്ടിൽ ഓപ്പൺ ആണ്. മഫ്തൂഹ്, എവിടെയും ഓപ്പൺ എന്ന അർത്ഥത്തിന് മഫ്തൂഹ് എന്ന് പറയും. ഓക്കെ ആണോ? പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു വേർഡ് ഉണ്ട്, മഷ്ഗൂൽ. വല്ലാന മഷ്ഗൂൽ, ബിസി എന്ന അർത്ഥത്തിനാണ് മഷ്ഗൂൽ എന്ന് പറയാം. മഷ്ഗൂൽ വായിദ്, ഭയങ്കര ബിസിയാണ്. മഷ്ഗൂൽ മറ എന്ന് പറയാം. ഇനി നിങ്ങൾ ഈ ഒരു പദം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ബോസുമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും ഷേഖ് മഷ്ഗൂൽ യാമി മഷ്ഗൂൽ, നിങ്ങൾ ബിസി ആണോ സാറേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മഷ്ഗൂൽ എന്ന് പറയാം. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചു. വേറെ ഒന്ന് നമ്മൾ എപ്പോഴും പറയുന്ന വേറെ ചില വാക്കുകളുണ്ട്, മജ്നൂൻ എന്ന് പറയും. ഇവൻ ബുദ്ധിയൊക്കെ മറഞ്ഞു പോയ ആൾ എന്ന് പറയും, ബുദ്ധി ഇല്ലാത്ത അയാൾ. മജ്നൂൻ, മജ്നൂൻ, മജ്നൂൻ എന്ന് പറയാം. ഓക്കെ, കുറേ വാക്കുണ്ട്. ഈ സ്റ്റൈലുള്ള ചിലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇനിയൊരു വാക്ക് നമുക്കിവിടെ പറയാം. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പറയും, അതൊക്കെ ചിന്തിക്കപ്പെടാൻ പറ്റിയ സാധനമാണോ? ചിന്തിക്കാൻ പറ്റിയ മഅഗൂൽ യാ ഹബീബി ഹാദ മഅഗൂൽ, മഅഗൂൽ ഇസ് പോസിബിൾ. ഇതിങ്ങനെ ചിന്തിക്കപ്പെടാൻ പറ്റിയ സാധനമാണോ? മഅഗൂൽ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി പഠിക്കാതിൽ മദ്ഗൂത്ത്. നിങ്ങൾ ഫുഡ് കഴിക്കാറില്ലേ? മദ്ഗൂത്തുണ്ട്, മജ്ബൂസ് ഉണ്ട്. മദ്ഗൂത്ത് ആൻഡ് മജ്ബൂസ് ഇതൊക്കെ ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അപ്പോൾ 5 ആയില്ലേ? എൻ്റെ ഭാഗമായിട്ട് 2 കൂടി പഠിക്കാതെ പറ്റൂല. അതേതാണ് നിങ്ങൾ മംനു. എപ്പോഴും ആളുകൾ കാണുമ്പോൾ ഒരു സാധനം എടുക്കരുത്, തുടരുത്, അവിടെ നിൽക്കരുത് എന്നൊക്കെ പറയുന്നിടത്ത് അരുതായ്മകളെ പറയാൻ പറ്റിയൊരു വേർഡാണ്. എന്താണ് പറയാം? മംനു. ഹാദ മംനു, 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 മംനു എന്ന് പറയാം. ഒന്നും കൂടി അതിൻ്റെ ബാക്കി നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. മസ്മൂഹ്, അലൗഡ്, അനുവദിക്കപ്പെട്ടത്, അലൗഡ് എന്ന്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട 5 വാക്കുകളും കൂടെ ഏതാനും വാക്കുകളും പഠിച്ചു. ഇന്നത്തെ പദയാത്രയിൽ സമ്പന്നമായ പദങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാം അടുത്ത യാത്രയിൽ. മഅസ്സലാമ.